എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ജാഗർ ക്ലാസിക് ബ്ലാക്ക് എന്ന് പറയുന്ന പെർഫ്യൂമാണ്. ഇതാണ് നമ്മുടെ പെർഫ്യൂം. ഇത് ജാഗറിൻ്റെ ലിമിറ്റഡ് എഡിഷൻ പെർഫ്യൂമാണ്. ഈ ബ്ലാക്ക് സീരീസിൽ വരുന്ന പെർഫ്യൂംസ് ഒക്കെ ഇവരുടെ ലിമിറ്റഡ് എഡിഷനിൽപ്പെട്ട ഒരു പെർഫ്യൂമാണ്. ഈ പെർഫ്യൂം 2009 ലോഞ്ച് ചെയ്തത്. ഇത് മോസ്റ്റ്ലി ജെൻസ് ഉപയോഗിക്കുന്ന ഒരു പെർഫ്യൂമാണ്. പിന്നെ ഇതിൻ്റെ ഫ്രാഗ്രൻസ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ഇത് ടോയ്ലറ്റ് ആണ്. ഇതൊരു 100 ml വരുന്ന പെർഫ്യൂമാണ്. പിന്നെ മെയ്ഡ് ഇൻ ഫ്രാൻസ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും റെഫറൻസ് കോഡും പിന്നെ ബാർ കോഡും എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഖത്തറിലും UAE-ലൊക്കെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് 75 to 80 റിയാലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഇത് ചില സമയത്ത് പിന്നെ ഈ ലുലുവിലൊക്കെ ഇതിന് ഓഫർ ഉണ്ടാകാറുണ്ട്. ഒരു 89 റിയാലിന് 2 പെർഫ്യൂം നിങ്ങൾക്ക് കിട്ടുന്ന ഓഫറൊക്കെ ചില സമയങ്ങളിൽ അവർ വെക്കാറുണ്ട്. ഈദ് ടൈമിലും പിന്നെ അങ്ങനെ ചില സമയങ്ങളിലൊക്കെ അവർ ഓഫർ നൽകാറുണ്ട്. ആ സമയത്തൊക്കെ മേടിക്കുമ്പോൾ നമുക്കൊരു ലാഭമാണ്. അങ്ങനെയുള്ള സമയങ്ങൾ നോക്കുക. ഇനി നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്തു നോക്കാം. ഓക്കെ, യെസ്, നല്ല ബ്ലാക്ക് കളർ ബോക്സ് ആണ്. ഓപ്പൺ ചെയ്ത് നോക്കാം. എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഡിസൈൻ നല്ലൊരു ഡിസൈനാണ്. ഇത് ഗ്ലാസ്സിൽ വരുന്നതും പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ വരുന്നത് ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ്. പിന്നെ സ്റ്റീലൊന്നല്ല, പ്ലാസ്റ്റിക് ആണ്. പിന്നെ ആർക്കും ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു പെർഫ്യൂം തന്നെയാണ്. ഇതിൻ്റെ പാക്കിങ്ങും പിന്നെ ഡിസൈനും ഓവറോൾ നോക്കുമ്പോൾ തന്നെ നല്ലൊരു ലുക്ക് ഉണ്ട് കാണാൻ. പിന്നെ ഇതിൻ്റെ മെക്കാനിസം പറയുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ടോപ്പ് ഇങ്ങനെ ഊരാൻ പറ്റും. ഇത്ര മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്കിതൊന്ന് ഇതിൻ്റെ സ്മെല്ലൊന്ന് ടെസ്റ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഞാനിപ്പോൾ നിങ്ങൾക്ക് എന്താ പറഞ്ഞു തരേണ്ടത്. ഫസ്റ്റ് അടിക്കുമ്പോൾ തന്നെ ഇതൊരു സിട്രസി സ്മെല്ല് അല്ല ഇതിൻ്റെത്. ഇതൊരു നമ്മുടെ ഒരു വുഡി സ്മെല്ലും പിന്നെ നമ്മുടെ ഒരു കസ്തൂരിൻ്റെ ഒക്കെ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ, ആ ഒരു സ്മെല്ലാണ് ഇത് ഫസ്റ്റ് അടിക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ ഒരു ആപ്പിളും ഗ്രീൻ ആപ്പിള്, ഓറഞ്ച് അങ്ങനെയുള്ളൊരു സ്മെല്ലാണ് കിട്ടുന്നത്. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് ഈ സ്മെല്ല്. നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഒരു ലോഞ്ചിവിറ്റി, എത്ര ഇതിൻ്റെ സ്മെല്ല് ലോങ് ലാസ്റ്റിങ് നിൽക്കും. ഒരു 5 to 6 hours എന്തായാലും ഇതിൻ്റെ സ്മെല്ല് നിൽക്കുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നൊരു പെർഫ്യൂമാണിത്, അതുകൊണ്ട് എനിക്കറിയാം 5 to 6 hours ഇതിൻ്റെ സ്മെല്ല് നിൽക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ പെർഫ്യൂം ഞാൻ നാട്ടിൽ ഉപയോഗിച്ചിരുന്നു. നാട്ടിൽ ഉപയോഗിച്ച സമയത്ത് ഇതിൻ്റെ സ്മെല്ല് എനിക്ക് കിട്ടിയത് ഒരു 2 to 3 hours മാത്രമേ ഇതിൻ്റെ സ്മെല്ല് എനിക്ക് കിട്ടിയത്. അത് മിക്ക ആളുകളും പറയുന്ന ഒരു കംപ്ലൈൻ്റാണ്. പ്രവാസികൾ മിക്ക ആളുകളും പറയുന്നൊരു കംപ്ലൈൻ്റാണ്. അത് നമ്മൾ ഇവിടുന്ന് എത്രയും വില കൂടിയ പെർഫ്യൂമുകളൊക്കെ വാങ്ങി നാട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നാട്ടിൽ ഇതിൻ്റെ സ്മെല്ല് നിൽക്കുന്നില്ല എന്നുള്ളത്. അത് സത്യമാണ്. അത് എനിക്കും അങ്ങനെ ചില പെർഫ്യൂമുകൾ എനിക്കും അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് ചില സമയത്ത് കാലാവസ്ഥൻ്റെ പ്രശ്നം ആകാനാണ് ചാൻസ്, അല്ലാതെ പെർഫ്യൂമിൻ്റെ ക്വാളിറ്റി ഒന്നല്ല. അതേസമയം ഈ പെർഫ്യൂം ഞാൻ ഇവിടെ ഖത്തറിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ നല്ല സ്മെല്ല് ഒരു 5 to 6 hours ഇതിൻ്റെ ലോങ് ലാസ്റ്റിങ് എനിക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നോട്ട്സിലേക്ക് വരാം. ഇതിൻ്റെ ടോപ്പ് നോട്ട്സിൽ വരുന്നത് ഗ്രീൻ ആപ്പിളും, ബിറ്റർ ഓറഞ്ച്,
mandarin. മിഡിൽ നോട്ട്സിലേക്ക് വരികയാണെങ്കിൽ cardamom, ബ്ലാക്ക് ടീയും geranium, muskum. ബേസ് നോട്ട്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ സാൻഡൽവുഡും സേഡർ മസ്കും. ഇത്രമാത്രം തന്നെയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത് തന്നെ. ഏതായാലും നല്ലൊരു പെർഫ്യൂമാണ്. ലോങ് ലാസ്റ്റിങ്ങും ഒരു 5 to 6 hours സ്മെല്ല് കിട്ടുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തന്നത്. ഏതായാലും എൻ്റെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ബൈ.